എന്നിട്ട് എന്നാൽ അദോനായി എന്നുള്ള പദോ, ആ പദമാകട്ടെ ഒരു ഗ്രീക്ക് ദേവന്റെ പേരിൽ നിന്ന് കടം കൊണ്ടതാണ്. ഇപ്പം ഇതിൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലായി. ഇതാണ് ഇപ്പം ഇത്ര വലിയ കാര്യമായിട്ട് പറഞ്ഞ യഹോവ എന്ന പദത്തിൻ്റെ അവസ്ഥ. ഒരു ദൈവത്തിൻ്റെ പേര് പോലും ബൈബിളിന് ശരിക്കറിയില്ല. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. അല്ല, ഇതൊന്നും എൻ്റെ വ്യാഖ്യാനങ്ങളല്ല. ഇത് അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇതൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും പറയാറുണ്ടോ? പക്ഷേ ഇതൊക്കെ യഥാർത്ഥത്തിൽ പറയേണ്ട രീതിയിലേക്ക് എത്തിച്ചാണ്. അവിടെ അദ്ദേഹം വലിയ കാര്യമായിട്ട് പറഞ്ഞ കാര്യമാണ് യഹോവയുടെ നാമം എന്ന വിഷയം. എന്നിട്ട് വിശുദ്ധ ഖുർആനെ പരിഹസിക്കുകയാണ്. ഖുർആനിൽ അള്ളാഹുവിന് പേരില്ല. അള്ളാഹു എന്നാണ് സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ പേര്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു താഹയിൽ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, നിശ്ചയമായും ഞാൻ, ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാകുന്നു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരാരാധ്യനില്ല, ഫഅ്ബുദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. ഇവിടെ അള്ളാഹു എന്ന പദം കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ദൈവത്തിൻ്റെ പേര് അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പലയിടങ്ങളിലായി. ഇതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ വായിച്ചത്. എന്നിട്ട് ഖുർആനെതിരെ മെക്കിട്ട് കയറാം. എന്നിട്ട് ആ പറയുന്ന ആൾക്കാരുടെ അവസ്ഥ ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത് മണ്ടത്തരം, വിഡ്ഢിത്തരം എന്നൊക്കെ പറയുന്ന കാത്തോലിക്കരാണ് ഈ പറഞ്ഞത്. ഇത് നമ്മുടെ ആരുടെയെങ്കിലും പുസ്തകമൊന്നുമല്ല, കാത്തോലിക്കർ പുറത്തിറക്കിയ പുസ്തകത്തിലാണ് ഈ വാക്കുകളുള്ളത്. അപ്പം എന്നിട്ട് ഈ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഇതിപ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 2 കാലിൽ മന്തുള്ളവൻ സുന്ദരമായിട്ട് നടന്നു പോകണ ഒരുത്തനെ വിളിച്ചിട്ട് മന്താന്ന് വിളിച്ചാൽ ആൾക്കാരെന്താണ് വിചാരിക്കുക? ഇത് അത്രേ ഉള്ളൂ. വളരെ മനോഹരമായി നടന്നു പോകുന്ന ആൾക്കാരെ പോയിട്ട് ഇസ്ലാം കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി ഇന്നനി അനല്ലാഹ്, നിശ്ചയമായി ഞാനാകുന്നു അല്ലാഹു എന്ന് പലയിടങ്ങളിലായി പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും ഞങ്ങളുടെ ബൈബിളിലാണോ യഥാർത്ഥത്തിൽ യഹോവ എന്നുള്ള പദം ഒന്ന് ഇവിടെ അഹങ്കാരത്തോടു കൂടി പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അവസ്ഥയാണ് ഇപ്പം ഞാൻ കാണിച്ചത്. വിഡ്ഢിത്തരം എന്നാണ് കാത്തോലിക്കർ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇവരേതായാലും ഏതാണ് സഭ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ കാത്തോലിക്കർ പറഞ്ഞതാണിത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2007 കണക്ക് പ്രകാരം തന്നെ 40,514 പരസ്പരം മുഖം ചൊളിക്കുന്ന സഭകളുണ്ട്. ഈ സഭകളൊക്കെ ആ സഭകളുടെ കൂട്ടത്തിൽ പ്രബലമായൊരു സഭയാണല്ലോ കാത്തോലിക്കർ. അവരാണ് പറഞ്ഞത് വിഡ്ഢിത്തമാണ്. എന്നിട്ട് ആ വിഡ്ഢിത്തം പേറുന്ന ആൾക്കാർ കൃത്യമായി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കണ്ടിട്ട് പറയാണ് ഖുർആനിൽ അള്ളാഹിൻ്റെ പേരില്ല. അള്ളാന്നാണോ പേര്? അള്ളാഹുവിൻ്റെ പേര് അള്ളാന്നാണ്. എന്നിട്ട് പിന്നെ അതിന് പേരോ? ഇതെന്തൊരു മണ്ടത്തരമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഖുർആനിനെ ആക്ഷേപിക്കുക എന്ന് നേരത്തെ പറഞ്ഞ പോലെയാണ്. പിന്നെ അവസാനത്തെപ്പം ഒരു സ്ട്രോങ് ആവും. അദ്ദേഹം പറയുന്നത് ബൈബിളിലെ ദൈവം കാരുണ്യവാനാണ്, മഹത്തായ കാരുണ്യമാണ്. പക്ഷെ ഖുർആനിലെ അള്ളാഹ്ക്ക് തീരെ കാരുണ്യമില്ല എന്നാണ് ശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്ന അള്ളാഹ്ക്ക് തീരെ കാരുണ്യമില്ല. അവിടെ മൂപ്പര് ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നുണ്ട്. എവിടെയോ ബൈബിളിൽ 1-2 സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കാരുണ്യം എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ആ 1-2 ഉരുട്ടി വലുതാക്കി ആകപ്പാട് എന്തൊക്കെയോ ആക്കിയിട്ട് അത് വലുതാക്കി കൊണ്ടുവരിക. ഇതാണ് മൂപ്പര് കാരുണ്യമായിട്ട് കാര്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്.